ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ബീഫിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. നമുക്കൊരു സിമ്പിളായിട്ട് ബീഫ് കറി ഉണ്ടാക്കാം. അതിനായിട്ട് വാരി വെച്ചേക്കണ ബീഫ് എടുത്ത് നമുക്ക് കുക്കറിലോട്ടിടാം. എല്ലാ ബീഫും കുക്കറിലോട്ട് വാരിയിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കുറച്ച് ഉപ്പും ഇട്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ട് നമുക്കതിന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടച്ച് വയ്ക്കാം. അതിൻ്റെ ഇടയിൽ നമുക്ക് സവാളയും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും തൊലിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ആ കുക്കർ നേരെ അടുപ്പിലോട്ട് വെച്ച് അത് വേവട്ടെ വിടാം. അപ്പോഴത്തേക്കും നമുക്ക് കൊച്ചുള്ളി സവാളയും വെളുത്തുള്ളിയും തൊലിച്ചെടുക്കാം. അതെല്ലാം റെഡി ആയിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് നേരെ അത് അരിഞ്ഞെടുക്കാം. ഉള്ളി അരിഞ്ഞ് അതിലോട്ട് എന്നിട്ട് നമുക്ക് നേരെ അടുപ്പിലോട്ട് ചട്ടി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉലുവ ഇടാം. ഉലുവ ഇട്ട് അത് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ സവാള ഇട്ടൊന്ന് വഴട്ടിയെടുക്കാം. അത് വഴണ്ട് റെഡിയായി വരുമ്പോഴത്തേക്ക് നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം. വേവിച്ചിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് കളറ് മങ്ങി വരുമ്പോഴത്തേക്ക് അതിലോട്ട് നമ്മൾ തൊലിച്ച് വെച്ചേക്കണം കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി ഇട്ടിട്ട് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് എടുക്കാം. ഇത് ഇടികല്ലിലിട്ട് ചതച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. മിക്സിയിലിട്ട് അടിക്കണതിൻ്റെ നല്ലത് അതാണ്. എന്നിട്ട് നമുക്ക് അതെല്ലാം കൂടെ വാരിയെടുത്ത് ആ വഴണ്ട കൊച്ചുള്ളിയിലും സവാളയിലോട്ടുകൂടെ ഇടാം. എന്നിട്ട് അത് അടച്ചു വെച്ച് വീണ്ടും ഒന്ന് വഴണ്ട് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ബീഫിലേക്ക് ഇടാനുള്ള തക്കാളിയും പച്ചമുളകും കുരുകുരാ അരിഞ്ഞെടുക്കാം. എനിക്കൊരു 2 തക്കാളിയും പച്ചമുളകും ഇടുന്നതാണ് ഇഷ്ടം. പിന്നെ അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ അതിൻ്റെ എണ്ണത്തിൽ മാറ്റം വരുത്താം. എന്നിട്ട് എനിക്ക് ഒരു 2 തക്കാളിയും 3-4 പച്ചമുളകും ഇടുന്നതാണ് ഇഷ്ടം. എന്നിട്ട് നമുക്ക് നേരെ കുക്കർ നോക്കാം. കുക്കറിലിരിക്കുന്നതെല്ലാം വെന്ത് റെഡിയായെന്ന് കാണുമ്പം നമുക്ക് ആ കുക്കറൊന്ന് തുറന്നു കൊടുക്കാം. കുക്കർ തുറന്ന് അതിലിരിക്കണ ബീഫിനൊന്ന് നോക്കാം. എല്ലാം വെന്ത് നല്ല പരിവായിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് ആ ഉള്ളിയും കൂടെ തുറന്ന് നോക്കി അതിലോട്ട് മുളകും മല്ലിയും മിക്സ് ചെയ്ത് വെച്ചേക്കണ പൊടിയാണ് ഇട്ട് കൊടുത്തേക്കണത്. 3 കരണ്ടി മുളകും മല്ലി ഇടണം. എന്നിട്ട് അതൊന്ന് പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി വഴട്ടിയെടുക്കാം. എന്നിട്ട് നല്ലപോലെ പച്ചമണം മാറുന്നവരെ ഇളക്കണം. ഇളക്കി എല്ലാം നല്ല യോജിപ്പിച്ച് കുറച്ച് അതിലൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് വേവിച്ച് വെച്ചേക്കണ നമ്മളെ ബീഫ് അതിലോട്ടിട്ട് കൊടുക്കാം. ബീഫ് അതിലോട്ടിട്ട് കുറച്ചൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കത് അടച്ചു വയ്ക്കണം. അടച്ചു വെച്ച് അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പിലയും കഴുകിയെടുത്ത് നമുക്ക് ആ തക്കാളി പച്ചമുളക് കരിവേപ്പില എല്ലാം കൂടെ ആ ബീഫിലോട്ടിട്ടിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് അതിനെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മല്ലിയില പറിക്കാൻ പോയാലോ? മല്ലിയില പറിക്കാൻ പോവുകയാണ്. അപ്പോഴത്തേക്ക് അതിനകത്ത് ഒരെണ്ണേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് നേരെ അപ്പുറത്തെ മല്ലിയിലോട്ട് പോവാം. അതിനകത്തും ഒരെണ്ണേ ഉള്ളൂ. ഓരോ ദിവസത്തെ എൻ്റെ പാചകത്തിൻ്റെ കൂടുതൽ കൊണ്ട് അതൊക്കെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കണം. അങ്ങനെ തിളച്ച് ബീഫിലോട്ട് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്നും കൂടി അടച്ചു വെച്ച് വേവിക്കാം. എന്നിട്ട് നമുക്കത് തുറന്ന് നോക്കാം. ഇപ്പം നമ്മളെ ബീഫ് നന്നായി നെയ്യ് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ടാറ്റാ ബൈ ബൈ.